ഈ നാലാം ലോകവാദവും നാലാം ലോക സിദ്ധാന്തവും ഒക്കെ കമ്മ്യൂണിസത്തിൽ വന്ന് കമ്മ്യൂണിസത്തിന്റെ അപജയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ നമ്മളോട് സംസാരിച്ച ഒരാള് എന്ന് പറയുന്നത് CMN വിജയനാണ്. ഒരുപക്ഷെ രോഹിണിയും ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഓർക്കുന്നുണ്ടാകും, ഒരു പത്രസമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അപ്പോൾ പോലും അദ്ദേഹം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിച്ചത് കമ്മ്യൂണിസത്തിന്റെ അപജയത്തെക്കുറിച്ചാണ്. ഞാൻ രോഹിണിയോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, MT പോലെ ഒരാളല്ലായിരുന്നുവെങ്കിൽ, അതായത് വിജയൻ മാഷിന്റെ ഔന്നത്യം എന്ന് പറയുന്നത് കേരള സമൂഹത്തിലോ അല്ല കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലോ ഒട്ടും കുറവുള്ള ഒരാളല്ലല്ലോ. എന്നിട്ട് ആ വിജയൻ മാഷ് മരിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ ഏറ്റവും പ്രമുഖനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറഞ്ഞത് അദ്ദേഹം നല്ലൊരു അധ്യാപകനായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം പോലും തന്റെ മനസ്സിലുള്ള ആ പക, അത് വിജയൻ മാഷെ ഞാൻ അംഗീകരിക്കില്ല എന്നുള്ളത്. അപ്പൊ ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തിന് നേരെ ഉയർന്ന എന്താ പറഞ്ഞ ഭർസനങ്ങൾ എത്ര വലുതാണ് എന്നുള്ളതാണ്. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചത് വളരെ സുവ്യക്തമായ ഒരു കാര്യമാണ്. കാരണം MT അല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മുകുന്ദനൊന്നും അത് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല, അത് MT പറഞ്ഞത് കൊണ്ട് മാത്രമാണ് പറഞ്ഞത്. ഒരുപക്ഷെ MT വാസുദേവൻ നായർ അല്ലാതെ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു സാംസ്കാരിക നായകനാണ് ഇത് പറഞ്ഞിരുന്നത് എങ്കിൽ മാത്യു കുഴൽനാടന്റെ സ്ഥലം അളക്കാനായിട്ട് വില്ലേജ് ഓഫീസറെയും തഹസിൽദാരെയും പറഞ്ഞു വിട്ടതുപോലെ ഇവരെ ഉപദ്രവിക്കാനായിട്ട് ചിലപ്പോൾ അളക്കാനായിട്ട് പറഞ്ഞു വിട്ടേനെ. കാരണം MT കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ഒരാളാണ്. നിർമാല്യം സിനിമയുടെ ആ പഴയ ഇത് ഹരിദാസാറൊക്കെ ഇവിടെ ഓർക്കുന്നുണ്ടാകും. ഒരുപക്ഷെ അന്ന് മലയാളി സമൂഹം അത് എന്താ പറഞ്ഞ വേറിട്ട ഒരു കാഴ്ചയല്ലേ ഇതിന്റെ അകത്തെ കാണുന്നത്. PJ ആന്റണി വെളിച്ചപ്പാടായി ആ വെളിച്ചപ്പാട് ശ്രീകോലിന് അകത്ത് കയറിയിട്ട് ആ വിഗ്രഹത്തിലേക്ക് ആഞ്ഞു തുപ്പുന്നത്, അത് MTക്ക് അല്ലാതെ മറ്റൊരാൾക്ക് മലയാളത്തിൽ അത് പറയാൻ കഴിയില്ല. കാരണം അത്രയും ആർജവും ധൈര്യവുമുള്ള ആളാണ് MT. അദ്ദേഹം ഇത്രയും കാലം ഈ വന്ധ്യവയോധികനായ മനുഷ്യൻ മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് നടന്ന തന്റെ ആ വിക്ഷോഭങ്ങളെ അദ്ദേഹം ഈ സദസ്സിൽ പറഞ്ഞത്, അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എന്താ പറഞ്ഞ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഉത്തര കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ കുറിച്ചാണ് എന്ന് വേണമെങ്കിൽ ഇടതുപക്ഷക്കാർക്കൊക്കെ വിവക്ഷിക്കാം. അതൊക്കെ അവരുടെ മനോധർമ്മത്തിനനുസരിച്ച് നമുക്ക് വിടാം. പക്ഷേ മലയാളിയുടെ മനസ്സിൽ മലയാളി കണ്ട ആ ഒരു കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നോക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞെന്താ, അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളുടെ ഒക്കെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കണ്ടേ. ആൾക്കൂട്ടം ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്ത് നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം. ഭരണാധികാരി എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. എന്തുകൊണ്ട് എന്ന സംവാദത്തിന് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തി അടയേണ്ടി വന്നു. രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ്. എവിടെയും അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക. കാരണം ഈ കഴിഞ്ഞ 1.5 മാസക്കാലം കേരളത്തിൽ നടന്നിട്ടുള്ള ചില വർത്തമാനകാല സംഭവങ്ങൾ, അതിൽ ഒന്നാമത്തത് 1.5 1,05,00,000 വിലയുള്ള ഒരു വാഹനവുമായി അതിൽ കറങ്ങുന്ന കസേരയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി സഞ്ചാരം ആരംഭിച്ചപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ എന്താ പറഞ്ഞ ആ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ അവിടെ തകർന്നു വീണു. 1. 2, ആ വാഹനത്തിന് മുമ്പിൽ കരിങ്കൊടി കാണിച്ചു, ഇല്ലെങ്കിൽ ഒരു കറുത്ത തുണി ഉയർത്തി എന്ന കാരണത്താൽ മനുഷ്യരെ എത്ര നിന്ദ്യമായി എത്ര മൃഗീയമായ രീതിയിൽ തല്ലിച്ചതയ്ക്കുന്നു. കേരളത്തിലെ ഒരു ബുദ്ധിജീവിയും അതിനെതിരെ പ്രതികരിച്ചില്ല, ഒരു സാംസ്കാരിക നായകനും പ്രതികരിച്ചില്ല. ഇന്ന് T. പത്മനാഭൻ ഒരു പ്രതികരണം നടത്തി. എന്താണ് പ്രതികരണം? കൗരവ സഭയിൽ ഞാൻ കണ്ടത് ഇന്നലെ ഞാൻ വർത്തമാനകാല കേരളത്തിൽ കാണുന്നു. ഒരു പെൺകുട്ടി ദിയ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ ഒരു പ്രവർത്തകയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിലത്ത് വീണ് കിടക്കുന്ന അവളുടെ മുടിയിൽ ചവിട്ടിപ്പിടിച്ചിരിക്കുന്നു. വേറൊരാള് ശരീരത്ത് മർദ്ദിക്കുന്നു, ഒരാള് കാലിൽ ചവിട്ടിപ്പിടിക്കുന്നു, അവരുടെ വസ്ത്രം വലിച്ചു കീറുന്നു. ആ കാഴ്ച കൗരവ സദസ്സിൽ പോലും കണ്ടില്ല. അന്ന് ഭീഷ്മ പിതാമഹൻ എഴുന്നേറ്റ് അത് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് മഹാഭാരത യുദ്ധം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഒരു MT ഉണ്ടായി, ഒരു T. പത്മനാഭൻ ഉണ്ടായി, ഒരു മുകുന്ദൻ ഉണ്ടായി. വരാൻ പോകുന്ന കേരളത്തിന്റെ ദുരന്തത്തെ അതുണ്ടാകരുത് എന്ന് പറയുവാൻ
ഇവരൊക്കെ ഉണ്ടാകുന്നത് രോഹിണി അതൊരു ഭാഗ്യമാണ്. ഇവർ വൈകിപ്പോയി എന്നുള്ളത് എന്താ പറഞ്ഞേ ഒരു ദോഷമാണ് എങ്കിൽ പോലും ഇവിടെ അശോകൻ ചെരുവിനെ പോലുള്ള ആളുകൾ, കാട്ടാക്കട മുരുകനെ പോലുള്ള ആളുകൾ, ഇല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ സുനിൽ പി ഇടയളത്തെ പോലുള്ള ആളുകൾ ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാരനെ ഇങ്ങനെ വാഴ്ത്തുന്നതിനും ഈ പിണറായി വിജയനെ ഇങ്ങനെ രാജാതിരാജൻ ആയി വാഴ്ത്തുന്നതിന് നമ്മള് എന്താ പറഞ്ഞ നവകേരള യാത്രയിൽ നമ്മൾ കണ്ടതല്ലേ, കോട്ടയത്ത് ഒരു മന്ത്രി പ്രസംഗിക്കുകയാണ്, കേരളത്തിന് ദൈവം നൽകിയ വരദാനമാണ് ഈ ഈ മുഖ്യമന്ത്രി എന്ന്. ഇതെന്ത് കമ്മ്യൂണിസമാണ് സാർ? ഇതിനെയൊക്കെയാണോ കമ്മ്യൂണിസം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്? ഇതിനെയാണ് ഇവിടെ പറയുന്നത് ഈ വ്യക്തിപൂജ എന്ന് പറയുന്നത്. ആ വ്യക്തിപൂജ അതിന്റെ പാരമ്യതയിലെത്തി ഒരു സമൂഹത്തിന് സഹിക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് എത്തുന്നു. കേരളത്തിലെ ബുദ്ധിജീവി വർഗം പ്രതികരിക്കാത്ത മറ്റൊരു കാര്യം, 2 കാലും തളർന്ന ഒരു ചെറുപ്പക്കാരൻ കരിങ്കൊടി കാണിച്ചു എന്ന കാരണത്താൽ പോലീസ് അവനെ പിടിച്ചു നിർത്തുമ്പോൾ അവന്റെ നെഞ്ചത്തേക്ക് ഒരു ഡിവൈഎഫ്ഐക്കാരൻ വന്ന് ചവിട്ടുന്നു. ആ ചവിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ വർത്തമാനകാല കേരളത്തിന് കണ്ടാൽ പൊറുക്കാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത ഒരുപാട് കാഴ്ചകൾ ഈ കേരളത്തിൽ കാണുമ്പോൾ ആ മനസ്സിലുണ്ടായിരുന്ന ആ വിങ്ങലിനെ ഈ വയോധികനായ MT അതെവിടെയെങ്കിലും ഒന്ന് പറയണമല്ലോ. പറയാൻ അവസരം കിട്ടി, അദ്ദേഹം പറഞ്ഞു. തിരുത്തേണ്ടത് കിം ജോങ് ഉൻ അല്ല, തിരുത്തേണ്ടത് ഷീ ജിൻപിങ് അല്ല, തിരുത്തേണ്ടത് വ്ളാഡിമിർ പുടിൻ അല്ല, അതല്ല എങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല, തിരുത്തേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.